ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പ്രോട്ടോസോവ പരത്തുന്ന രോഗങ്ങളെക്കുറിച്ചാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോസോവൻ രോഗമാണ് മലേറിയ. മലേറിയയ്ക്ക് കാരണമായിട്ടുള്ള പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം. മലേറിയയ്ക്ക് കാരണമായിട്ടുള്ള പ്രോട്ടോസോവയാണ് ഇത് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. ഇനി ഈ വിവിധ തരത്തിലുള്ള പ്ലാസ്മോഡിയം സ്പീഷീസുകളുണ്ട്. അതിൽ വരുന്നതാണ് പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, ദെൻ പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഇങ്ങനെ ഡിഫറെന്റ് സ്പീഷീസുകളാണ് എന്തുണ്ടാക്കുന്നത്, മലേറിയ ഉണ്ടാക്കുന്നത്. ഈ 3 സ്പീഷീസുകളിൽ വെച്ച് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള മലേറിയക്ക് കാരണമായിട്ടുള്ള പ്ലാസ്മോഡിയം ആണ് ഇത് പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്ന് പറയുന്നത്. ഇതുണ്ടാക്കുന്ന മലേറിയന്റെ പേരാണ് മാലിഗ്നന്റ് മലേറിയ. ഏറ്റവും മാരകമായിട്ടുള്ള മലേറിയാണ് ഇത് മാലിഗ്നന്റ് മലേറിയ. അപ്പൊ അതിന് കാരണമായിട്ടുള്ള രോഗാണു ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഇനി ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഒരു ഡൈജനറ്റിക് പാത്തോജൻ ആണ്. ഡൈജനറ്റിക് പാത്തോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഹോസ്റ്റ് വേണം. അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 2 ഹോസ്റ്റ് വേണം. പ്ലാസ്മോഡിയത്തിന്റെ കേസിൽ ഒന്ന് കൊതുകാണ്, രണ്ടാമത്തത് മനുഷ്യനും. ഒന്നാമത്തെ ആള് കൊതുകാണ്, രണ്ടാമത്തെ ആള് ആരാണ്? മനുഷ്യനാണ്. ഇങ്ങനെ 2 ജീവികളിലാണ് അവരുടെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ജീവചക്രം കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ അത്തരത്തിലുള്ളതാണ് എന്ത് ഡൈജനറ്റിക് പാരസൈറ്റ് ഡൈജനറ്റിക് പാത്തോജൻ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ഉദാഹരണം നാടവിര. നാടവിരയും എന്ത് തന്നെയാണ്? ഡൈജനറ്റിക് ആണ്. അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത് ഒന്ന് പിഗില് വെച്ചിട്ടും മറ്റൊന്ന് മനുഷ്യനിൽ വെച്ചിട്ടാണ്. ഈ പ്ലാസ്മോഡിയത്തിന്റെ കേസിലാണെങ്കിൽ കൊതുകില് വെച്ച് നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഫേസ് ആണ്. മനുഷ്യനിൽ വെച്ച് നടക്കുന്നത് അസെക്ഷൽ ഫേസും ആണ്. ഇനി മനുഷ്യരിൽ എത്തിക്കഴിഞ്ഞാല് അവ മനുഷ്യന്റെ RBC കഴിച്ചുകൊണ്ടാണ്. അവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ RBC ആണ്. മനുഷ്യനിൽ രോഗമുണ്ടാക്കുന്ന ഈ പ്ലാസ്മോഡിയത്തിന്റെ രോഗമുണ്ടാക്കുന്ന സ്റ്റേജ് അല്ലെങ്കിൽ ആ അണുബാധ ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പോറോസോയിറ്റ് ആണ്. ഈ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് വിവിധ ഘട്ടത്തിലൂടെ ഇങ്ങനെ കടന്നു പോകും. അപ്പൊ അതിലൊരു ഘട്ടമാണ് എന്ത്? സ്പോറോസോയിറ്റ് ഘട്ടം എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജ് ആണ് മനുഷ്യനിൽ രോഗം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ പ്ലാസ്മോഡിയത്തിന്റെ ഏത് ഘട്ടമാണ് മനുഷ്യനിൽ രോഗം ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ ഏത് പറയും? സ്പോറോസോയിറ്റ് ഘട്ടം എന്ന് പറയും. ഇനി ഇത് ബാധിക്കുന്ന അവയവങ്ങള് പ്ലീഹ, കരൾ എന്നിവയാണ് ഇത് ബാധിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ സിക്കിൾ സെൽ അനീമിയ വന്നവരില് മലേറിയ വരാനുള്ള ചാൻസ് കുറവാണ്, വളരെ കുറവാണ്. വരില്ല അല്ലെങ്കിൽ വളരെ കുറവാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ജനിതക രോഗമാണ്. RBC അരിവാള് പോലെ വളയുന്ന ഒരു രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ഇപ്പൊ പറഞ്ഞു ഞാൻ ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് മനുഷ്യനിൽ എത്തിക്കഴിഞ്ഞാല് മനുഷ്യന്റെ RBC ആണ് കഴിക്കുക. RBC നശിപ്പിച്ചിട്ട് അതിന്റെ അകത്തുള്ള ന്യൂട്രിയൻസ് ആണ് ഇവർ കഴിക്കുന്നത്. ഈ സിക്കിൾ സെൽ അനീമിയ വന്നവരിൽ RBC എങ്ങനെയായിരിക്കും? അരിവാള് പോലെയായിരിക്കും. അപ്പൊ അത് കൂടാതെ മൈന്യൂട്ട് ആയിട്ടുള്ള ഓപ്പണിങ്സ് ഉണ്ടായിരിക്കും, ചെറിയ പോർസ് ഉണ്ടായിരിക്കും. ആ പോർസിലൂടെ ആ RBCയുടെ ന്യൂട്രിയൻസ് ഒക്കെ പുറത്തേക്ക് വരും. അപ്പൊ ഈ മലേറിയക്ക് എന്ത് കഴിക്കാൻ പറ്റില്ല? അതിൻ്റെ ഉള്ളിലെ ന്യൂട്രിയൻസ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ സിക്കിൾ സെൽ അനീമിയ വന്നവരിൽ അതുകൊണ്ടാണ് എന്ത് വരാത്തത്? മലേറിയ വരാത്തത്. ഇനി മലേറിയയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യം, ഈ മലേറിയയുടെ രോഗാണുവിനെ ആദ്യമായി കണ്ടെത്തിയത് അൽഫോൺസ് ലാവേറൻ ആണ്. രോഗാണുവിനെ കണ്ടെത്തിയത് ആരാണ്? അൽഫോൺസ് ലാവേറൻ ആണ്. എന്നാൽ അനോഫിലസ് പെൺകൊതുകുകൾ വഴിയാണ് അല്ലെങ്കിൽ ഇതിന്റെ ലൈഫ് സൈക്കിൾ, ഈ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ കണ്ടെത്തിയത് ആരാണ്? റൊണാൾഡ് റോസ്. മലേറിയയുടെ രോഗാണുവിനെ ആദ്യമായി കണ്ടെത്തിയത് അൽഫോൺസ് ലാവേറൻ. അനോഫിലസ് കൊതുകുകൾ വഴിയാണ് ഈ മലേറിയ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഈ പ്ലാസ്മോഡിയത്തിന്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ജീവചക്ര കണ്ടെത്തിയത് ആരാണ്? റൊണാൾഡ് റോസ്. ഇദ്ദേഹം ഇത് കണ്ടെത്തിയത് 1897 ഓഗസ്റ്റ് 20 1897 ഓഗസ്റ്റ് 20
അതുകൊണ്ട് ഓഗസ്റ്റ് 20 എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത്? ഡ്രൈ ഡേ. ഡ്രൈ ഡേ ആയിട്ട്, കൊതുക് നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 20-നാണ്. ലോക മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? അത് ഏപ്രിൽ 25-നാണ്. വേൾഡ് മലേറിയ ഡേ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 25-നാണ്. പിന്നെ മലേറിയക്ക് കാരണമായിട്ടുള്ള, മലമ്പനിക്ക് കാരണമായിട്ടുള്ള ഇത് കൊടുക്കുന്നത് ഔഷധം എന്ന് പറയുന്നത് ഏതാണ്? ക്യുനൈൻ ആണ് കേട്ടോ. ക്യുനൈൻ, അതിന്റെ ബാർക്ക്, ക്യുനൈൻ എന്ന് പറഞ്ഞ ചെടിയുടെ ബാർക്കാണ് നമ്മൾ ഇതിന്റെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. മലേറിയ കൂടാതെ പ്രോട്ടോസോവ പരത്തുന്ന മറ്റൊരു രോഗമാണ് അമീബയാസിസ്. അമീബയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി എന്നും ഇത് പറയും. ഇതിന് കാരണമായിട്ടുള്ള പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. കാല അസർ അഥവാ ഇതിന്റെ മറ്റൊരു പേരാണ് കരിമ്പനി. കരിമ്പനി അല്ലെങ്കിൽ ബ്ലാക്ക് ഫീവർ. ഇതും ഒരു പ്രോട്ടോസോവൻ രോഗം തന്നെയാണ്. ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, വിസറൽ ലെയ്ഷ്മാനിയാസിസ്. ഇതിന് കാരണമായിട്ടുള്ള പ്രോട്ടോസോവയാണ് ലെയ്ഷ്മാനിയ സ്പീഷീസ്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സാൻഡ് ഫ്ലൈ ആണ്, അല്ലെങ്കിൽ മണലീച്ച. മണലീച്ചകളാണ് എന്ത് ചെയ്യുന്നത്? ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതുണ്ടാക്കാൻ കാരണമായിട്ടുള്ള രോഗാണുവാണ് ലെയ്ഷ്മാനിയ സ്പീഷീസ്. അപ്പം ഇത് ഒരുപാട് പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ബ്ലാക്ക് ഫീവർ അഥവാ കരിമ്പനി, കാല അസർ, വിസറൽ ലെയ്ഷ്മാനിയാസിസ്. മറ്റൊന്നാണ് ആഫ്രിക്കൻ ട്രിപ്പനോസോമിയാസിസ്. അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരാണ് സ്ലീപ്പിംഗ് സിക്നസ്. ഇതിന് കാരണമായിട്ടുള്ളതും ഒരു പ്രോട്ടോസോവൻ തന്നെയാണ്, ട്രിപ്പനോസോമ ബ്രൂസൈ. ട്രിപ്പനോസോമ ബ്രൂസൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടോസോവൻ ഉണ്ടാക്കുന്ന രോഗമാണ് സ്ലീപ്പിംഗ് സിക്നസ് അഥവാ ആഫ്രിക്കൻ ട്രിപ്പനോസോമിയാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലൈ ആണ്, സേ ഫ്ലൈ ആണ്. അതിന്റെ സയന്റിഫിക് നെയിം ഗ്ലോസിന സ്പീഷീസ് എന്നാണ് അറിയപ്പെടുന്നത്, ഗ്ലോസിന. ഓക്കെ, അപ്പം ആഫ്രിക്കൻ ട്രിപ്പനോസോമിയാസിസ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ രോഗമാണ്. അതിന് കാരണമായിട്ടുള്ള പ്രോട്ടോസോവയാണ് ട്രിപ്പനോസോമ ബ്രൂസൈ. അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സേ ഫ്ലൈ വഴിയാണ്. അതിന്റെ സയന്റിഫിക് നെയിം എന്താ? ഗ്ലോസിന സ്പീഷീസ് ആണ്. ഗ്ലോസിന സ്പീഷീസ് ആണ്. ഇത്തരം വീഡിയോസ് കൂടുതൽ ലഭിക്കാനായി ഡയറക്ഷൻ ഇ ലേണിംഗ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്